തൃശൂർ പൂരം കലക്കൽ വിശദമായി അന്വേഷിച്ചേക്കും. സംഭവത്തിൽ വിശദമായ അന്വേഷണം വേണമെന്ന് DGP ഇക്കാര്യം മുഖ്യമന്ത്രിയെ അറിയിച്ചു. മുഖ്യമന്ത്രിയുടേതാകും അന്തിമ തീരുമാനം. വിവരങ്ങളുമായി രാജീവ് ഒപ്പം ചേരുന്നു. രാജീവ്, ADGPയുടെ റിപ്പോർട്ടിന്മേലാണോ വിശദമായ അന്വേഷണം വേണമെന്ന് പറയുന്നത്, അതോ അല്ലാതെയോ? അങ്ങനെയെങ്കിൽ ADGPയെ DGPക്ക് വിശ്വാസമില്ലെന്നോ? കൃഷ്ണരാജ്, നിലവിൽ ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാർ സംസ്ഥാന സർക്കാരിന് നൽകുന്നതിന് വേണ്ടി DGPക്ക് സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് വിശദമായ അന്വേഷണം വേണമെന്ന് സംസ്ഥാന പോലീസ് മേധാവി ആവശ്യപ്പെട്ടിരിക്കുന്നത്. 600 പേജുള്ള റിപ്പോർട്ടാണ് ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാർ DGPക്ക് നൽകിയിരിക്കുന്നത്. ഈ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നതെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ വീഴ്ചകളൊന്നും റിപ്പോർട്ടിൽ കാര്യമായി പരാമർശിക്കുന്നില്ല. അതേസമയം തന്നെ സംസ്ഥാന പോലീസ് മേധാവി മുഖ്യമന്ത്രിയെ അറിയിച്ചിരിക്കുന്ന പ്രകാരം ചില കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട വിശദമായ അന്വേഷണം വേണം. അതിൽ ഏറ്റവും പ്രധാനമായും എടുത്തു പറഞ്ഞിരിക്കുന്നത് MR അജിത് കുമാറിന്റെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം, ദേവസ്വങ്ങൾക്ക് വീഴ്ച പറ്റി, ചില ദേവസ്വങ്ങൾ ആസൂത്രിതമായി പൂരം കലക്കുന്നതിന് കൂട്ടുനിന്നു എന്ന പരാമർശം റിപ്പോർട്ടിലുണ്ട്. അതുമായി ബന്ധപ്പെട്ട വിശദമായ അന്വേഷണം വേണമെന്ന ആവശ്യമാണ് നിലവിൽ ഇപ്പോൾ സംസ്ഥാന പോലീസ് മേധാവി മുഖ്യമന്ത്രിക്ക് നൽകിയ കത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത്, ഈ ഒരു പൂരം കലക്കലിൽ ആസൂത്രിതമായ ശ്രമം നടന്നിട്ടുണ്ടെങ്കിൽ അത് കേസെടുത്ത് അന്വേഷിക്കുന്നതാകും ഉചിതം. അതിനു പിന്നിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് കണ്ടെത്തേണ്ടത് ആവശ്യമാണ് എന്നും സംസ്ഥാന പോലീസ് മേധാവി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മാത്രമല്ല, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഈ പോലീസിന്റെ ഭാഗത്ത് നിന്ന് വീഴ്ച ഉണ്ടായി എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ ആദ്യം മുതലേ ഉയർന്നതാണ്. പ്രത്യേകിച്ചും ഈ അങ്കിത് അശോകൻ മാത്രമല്ല ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നത്, ക്രമസമാധാന ചുമതലയുള്ള ADGP അവിടെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ IG, DIG തുടങ്ങിയ ഉന്നത ഉദ്യോഗസ്ഥരെല്ലാം ഈ പൂരം നടക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്നു. അവർ എന്തുകൊണ്ട് ഇടപെട്ടില്ല എന്ന ചോദ്യം ആ ഘട്ടത്തിൽ തന്നെ ഉയർന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട കാര്യമായ അന്വേഷണത്തിലേക്ക് ഇതിൽ പോയിട്ടില്ല. മാത്രമല്ല, ഈ റിപ്പോർട്ടിൽ അത്തരത്തിലുള്ള പരാമർശങ്ങളുമില്ല. അങ്കിത് അശോകന് ചില വീഴ്ചകൾ സംഭവിച്ചു എന്ന് മാത്രമാണ് ഇതിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അതേസമയം തന്നെ പോലീസിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കാൻ ദേവസ്വങ്ങൾ തയ്യാറായില്ല എന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇതിനൊപ്പമാണ് ചില ദേവസ്വങ്ങൾ ആസൂത്രിതമായ ചില ശ്രമങ്ങൾ ഈ പൂരം കലക്കുന്നതുമായി ബന്ധപ്പെട്ട്, പൂരം അലങ്കോലപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് നടത്തിയെന്ന റിപ്പോർട്ടിൽ പറയുന്നത്. ഇതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് സംസ്ഥാന പോലീസ് മേധാവി മുഖ്യമന്ത്രിക്ക് നൽകിയ കത്തിൽ പറയുന്നത്, ഈ പൂരം ആസൂത്രിതമായി അലങ്കോലപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് അന്വേഷണം വേണം. കാരണം ഗൂഢാലോചനയുണ്ട്, കേസെടുത്ത് അന്വേഷിക്കുന്നതാകും ഉചിതം എന്ന് ഇതിൽ പറയുന്നത്. അങ്ങനെയെങ്കിൽ ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് തന്നെ പോലീസിനെ കടക്കേണ്ടി വരും. അതിനായി പ്രത്യേക സംഘത്തെ നിയോഗിക്കേണ്ടി വരും. പക്ഷേ ഇതിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി എന്ത് തീരുമാനമെടുക്കുന്നോ അതനുസരിച്ചാകും തുടർ നടപടികൾ സ്വീകരിക്കുക. പ്രത്യേകിച്ചും CPI ഉൾപ്പെടെ വലിയ രീതിയിലുള്ള എതിർപ്പ് ഈ വിഷയത്തിൽ ഉയർത്തിക്കഴിഞ്ഞിരിക്കുന്നു. രാജീവ്, ഈ രസകരമായ ഒരു സംഭവം അല്ലെങ്കിൽ വൈരുദ്ധ്യമുള്ള ഒരു സംഭവം, ഈ ADGP, വിവാദ ADGP എന്ന് പറയാം, അദ്ദേഹം സ്ഥലത്തുണ്ടായിരുന്നപ്പോഴാണ് പൂരം അലങ്കോലപ്പെട്ടത്. കഴിഞ്ഞ ദിവസം തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി നമ്മളോട് അത് പറയുകയും ചെയ്തു. അതായത് പൂരം നടത്തിപ്പിന് മുന്നേ തന്നെ, തുടക്കത്തിന് മുന്നേ തന്നെ അലങ്കോലപ്പെടുന്നതിൻ്റെ സൂചനകളുണ്ടായിരുന്നു. ഇത് കൃത്യമായി ഞങ്ങൾ പോലീസിനെ അറിയിച്ചു എന്നൊക്കെ അവർ പറയുകയുണ്ടായി. നോക്കൂ, അവിടെ ഉണ്ടായിരുന്ന അതേ ADGP തന്നെ അപ്പോഴൊന്നും ഇടപെടാതെ ഈ റിപ്പോർട്ട് തയ്യാറാക്കിയതിലെ വൈരുദ്ധ്യം അതുകൂടി നമ്മൾ പറയണ്ടേ? കൃഷ്ണരാജ്, അത് തന്നെയാണ് പ്രധാനമായും ഈ ദേവസ്വങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. മുൻകൂട്ടി തന്നെ ഈ പോലീസ് ക്രമീകരണങ്ങളിലെ പാളിച്ചകൾ ഉന്നത ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെ അറിയിച്ചിരുന്നതാണ്. പക്ഷേ അത്തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടായില്ല. മാത്രമല്ല, അങ്കിത് അശോകന്റെ ഭാഗത്ത് നിന്നാണ് കൂടുതൽ പ്രകോപനം ഉണ്ടായത്. ആ പ്രകോപനമാണ് പൂരം അലങ്കോലപ്പെടുന്നതിന് ഏറ്റവും പ്രധാന കാരണമായി മാറിയതും. ഈ വിഷയങ്ങളും ദേവസ്വങ്ങൾ കൃത്യമായി ഉന്നത ഉദ്യോഗസ്ഥരെ അറിയിച്ചിരുന്നെങ്കിലും ആ കൃത്യമായി ഇടപെട്ടില്ല എന്ന വസ്തുത നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല, ഈ പൂരം തടസ്സപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ ഈ ഉന്നത ഉദ്യോഗസ്ഥരെല്ലാം അവിടെ ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനം ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാർ ഉൾപ്പെടെയുള്ളവരും അവിടെ ഉണ്ടായിരുന്നു. അവരുടെ ഭാഗത്തു നിന്ന് കൃത്യമായി ഇടപെടൽ ഉണ്ടായില്ല എന്നാണ് ദേവസ്വങ്ങൾ പറയുന്നത്. പക്ഷേ അദ്ദേഹം നൽകിയിരിക്കുന്ന റിപ്പോർട്ടിൽ പരാമർശിക്കുന്ന പ്രകാരമാണെങ്കിൽ ഒരു ദേവസ്വത്തിന്റെ ഭാഗത്തു നിന്നും ആസൂത്രിതമായ ചില ശ്രമങ്ങൾ പൂരം അലങ്കോലപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് നടന്നു. മാത്രമല്ല, ദേവസ്വങ്ങൾ പോലീസിന്റെ നിർദ്ദേശങ്ങൾ പൂർണ്ണമായും പാലിച്ചില്ല എന്നാണ് ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 600 പേജുള്ള റിപ്പോർട്ടാണ് സംസ്ഥാന പോലീസ് മേധാവിക്ക് നൽകിയിരിക്കുന്നത്. വിശദമായ അന്വേഷണം നടത്തിയുള്ള ഒരു റിപ്പോർട്ട് എന്ന് തന്നെയാണ് ക്രമസമാധാന ചുമതലയുള്ള ADGP ഈ റിപ്പോർട്ട് നൽകിക്കൊണ്ട് സംസ്ഥാന പോലീസ് മേധാവിയെ അറിയിച്ചത്. ഈ റിപ്പോർട്ട് സംസ്ഥാന പോലീസ് മേധാവി വിശദമായി പരിശോധിക്കുകയും ചെയ്തിട്ടുണ്ട്. പരിശോധിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള ചില സംശയങ്ങൾ ഉയർന്നിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, ഈ റിപ്പോർട്ട് കിട്ടാൻ വൈകി എന്ന ഒരു പരാതി സംസ്ഥാന പോലീസ് മേധാവിക്ക് ഉണ്ട്. ഈ വിവാദങ്ങൾ ഉണ്ടായതിനു ശേഷമാണ് ഈ റിപ്പോർട്ട് DGPക്ക് കൈമാറുന്നത്. കാരണം ഇതുമായി ബന്ധപ്പെട്ട രേഖകളോ അല്ലെങ്കിൽ വിവരങ്ങളോ പോലീസ് ആസ്ഥാനത്ത് ഇല്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വിവരാവകാശ നിയമപ്രകാരം ഒരു മറുപടി പോലീസ് ആസ്ഥാനത്ത് നൽകിയിരുന്നു. അത് വലിയ വിവാദങ്ങൾക്ക് വഴിവെക്കുകയും ആ ഒരു പശ്ചാത്തലത്തിലാണ് തൊട്ടടുത്ത ദിവസം തന്നെ ക്രമസമാധാന ചുമതലയുള്ള ADGP ഈ 600 പേജുള്ള റിപ്പോർട്ട്
റിപ്പോർട്ട് സംസ്ഥാന പോലീസ് മേധാവിക്ക് കൈമാറുന്നത്. സംസ്ഥാന പോലീസ് മേധാവി അത് പഠിച്ചതിന് ശേഷം അത് മുഖ്യമന്ത്രിക്ക് കൈമാറുന്നു. മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ ഇനി അന്തിമ തീരുമാനമെടുക്കണം. അതിലാണ് ഏതായാലും വിശദമായ അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട വേണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതിൽ തന്നെ സംസ്ഥാന പോലീസ് മേധാവി ഏറ്റവും പ്രധാനമായി ആവശ്യപ്പെടുന്നത് ഈ പൂരം അലങ്കോലപ്പെടുത്തുന്നതിന് ചില ഗൂഢാലോചനകൾ നടന്നിട്ടുണ്ടെങ്കിൽ ആ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട അന്വേഷണം വേണം. അത് തെറ്റാണെങ്കിൽ അത്തരം റിപ്പോർട്ട് നൽകിയവർക്കെതിരെ നടപടിയെടുക്കണമെന്ന ആവശ്യം കൂടി സംസ്ഥാന പോലീസ് മേധാവി മുന്നോട്ട് വെക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഇതിനൊപ്പം പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായ വീഴ്ച, കാര്യം ദേവസ്വങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന വീഴ്ച അത് യാഥാർത്ഥ്യം തന്നെയാണ്. കാരണം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ പ്രകോപനങ്ങൾ നമ്മൾ ദൃശ്യങ്ങൾ ഉൾപ്പെടെ കണ്ടതാണ്. മാത്രമല്ല പൂരം അലങ്കോലപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പരിചയമില്ലാത്ത പോലീസുകാരെ അടക്കം പലയിടങ്ങളിൽ വിന്യസിച്ച് അലങ്കോലപ്പെടുത്താൻ ശ്രമിച്ചുവെന്നും കമ്മീഷണർക്ക് നേരെ വിരൽ ചൂണ്ടുന്നുവെന്നും ഒക്കെ റിപ്പോർട്ടിൽ പരാമർശമുണ്ടെന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നുവല്ലോ. നോക്കൂ, ഇപ്പോൾ കമ്മീഷണറെ മാത്രം കുറ്റപ്പെടുത്തി പോലീസിനെ ആകെ സംരക്ഷിക്കാനാണ് ADGP ശ്രമിച്ചതെന്ന് DGPക്ക് ബോധ്യപ്പെട്ടുവെന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് വിശദമായൊരു അന്വേഷണം വേണമെന്ന തീരുമാനത്തിലേക്ക് DGP എത്തുന്നത്? കൃഷ്ണരാജ്, നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് ഇന്റലിജൻസ് റിപ്പോർട്ട് കൂടി കണക്കിലെടുത്താണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് സംസ്ഥാന പോലീസ് മേധാവി എത്തിയിരിക്കുന്നത്. കാരണം അവിടെ പരിചയസമ്പന്നരല്ലാത്ത ഉദ്യോഗസ്ഥരെ നിയോഗിച്ചു എന്ന കാര്യത്തിൽ സംശയമില്ല. അക്കാര്യം ദേവസ്വങ്ങളും പലതവണ ചൂണ്ടിക്കാണിച്ചതാണ്. മുൻപ് ഈ പൂരം നടത്തിപ്പിൽ ചുമതലയുണ്ടായിരുന്ന ആളുകൾ അല്ല അവിടെ ഉണ്ടായിരുന്നത്, ഉദ്യോഗസ്ഥരല്ല അവിടെ ഉണ്ടായിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ പോരായ്മകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് ദേവസ്വങ്ങൾ നേരത്തെ അറിയിച്ചതാണ്. മാത്രമല്ല സ്പെഷ്യൽ ബ്രാഞ്ചും ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് നൽകിയിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് പോലീസിന്റെ ഭാഗത്തു നിന്ന് കൃത്യമായൊരു വീഴ്ച അവിടെ സംഭവിച്ചിട്ടുണ്ട് എന്ന കാര്യം വളരെ വ്യക്തമാണ്. കാരണം ഈ പൂരം കൃത്യമായും മുന്നോട്ട് കൊണ്ടുപോകുന്നതിനോ നിയന്ത്രിക്കുന്നതിനോ ആവശ്യമായ ക്രമീകരണങ്ങൾ അവിടെ ഉണ്ടായിരുന്നില്ല. മാത്രമല്ല ഉന്നത ഉദ്യോഗസ്ഥർ എന്ന് പറയുമ്പോൾ തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. മറ്റു ഉന്നത ഉദ്യോഗസ്ഥരൊന്നും അവിടേക്ക് തിരിഞ്ഞു നോക്കിയില്ല എന്ന വസ്തുത കൂടി നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല നമുക്കറിയാം ഈ ഇത്തരത്തിൽ പൂരം അലങ്കോലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും അതുമായി ബന്ധപ്പെട്ട് തുടർ നടപടികളൊക്കെ ഉണ്ടാവുകയും ഇത് മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വലിയ രീതിയിൽ ചർച്ചയാവുകയും ചെയ്തിട്ട് പോലും ഈ ഉന്നത ഉദ്യോഗസ്ഥർ അവിടേക്ക് എത്തിയില്ല എന്ന് പറയുന്നത് ഈ ദേവസ്വം പ്രതിനിധികൾ തന്നെയാണ്. അതായത് തിരുവമ്പാടി പാറമേക്കാൽ ദേവസ്വം പ്രതിനിധികൾ തന്നെയാണ് ഈ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ച ചൂണ്ടിക്കാണിക്കുന്നത്. ആ ഘട്ടത്തിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കപ്പെട്ടിരുന്നു എന്ന് മാത്രമല്ല ഈ ഉന്നത ഉദ്യോഗസ്ഥർ അവിടേക്ക് പോയില്ല എന്ന ഇന്റലിജൻസ് സർക്കാരിന് റിപ്പോർട്ട് നൽകുകയും ചെയ്തിരുന്നു. ഈ ഇന്റലിജൻസ് റിപ്പോർട്ട് കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഏതായാലും സംസ്ഥാന പോലീസ് മേധാവി ഇത്തരം ഒരു ആവശ്യം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. കാരണം ക്രമസമാധാന ചുമതലയുള്ള ADGP അദ്ദേഹം ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആളാണ്. അദ്ദേഹമാണ് ഇത്തരം ഒരു റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. ആ റിപ്പോർട്ടിൽ പരാമർശിക്കുന്ന അനുസരിച്ചാണെങ്കിൽ അങ്ങനെയെങ്കിലും ഇടപെടാതെ മാറി നിന്ന അവിടേക്ക് ഈ പരാതികളൊക്കെ ലഭിച്ചിട്ടും പോകാതെ നിന്നവരാണ്, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ കൂടിയാണ് അലങ്കോലപ്പെടുത്തിയത് എന്ന് നമ്മൾ വ്യാഖ്യാനിക്കേണ്ടി വരില്ലേ? കൃഷ്ണരാജ്, തീർച്ചയായും അത്തരമൊരു പരാതിയാണ് നിലവിൽ ദേവസ്വങ്ങൾക്കും അതുപോലെ തന്നെ വിവിധ ഹൈന്ദവ സംഘടനകൾക്കും ഒക്കെ ഉള്ളത്. കാരണം ഉന്നത ഉദ്യോഗസ്ഥർ എന്തുകൊണ്ട് ആ സമയത്ത് കൃത്യമായ ഒരു ഇടപെടൽ നടത്തിയില്ല? മാത്രമല്ല മുൻപരിചയമില്ലാത്ത ഉദ്യോഗസ്ഥരെ അവിടെ നിയോഗിക്കുന്നു. അവർക്ക് എങ്ങനെ പൂരം മുന്നോട്ട് കൊണ്ടുപോകണം എന്നറിയില്ല, പൂരം എങ്ങനെ നിയന്ത്രിക്കണമെന്ന് അറിയില്ല, അനാവശ്യമായ നിയന്ത്രണങ്ങൾ അവിടെ ഏർപ്പെടുത്തുന്നു. ഇതിനെക്കുറിച്ച് പരാതി പറയുന്നു. പരാതി പറഞ്ഞിട്ട് പോലും ഉന്നത ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും അത് പരിഹരിക്കാൻ ആവശ്യമായ ഒരു നടപടികൾ ഉണ്ടാകുന്നില്ല. മാത്രമല്ല ഇത്തരത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾ ഒത്തുകൂടുന്ന ഒരു പൂരം സംഘടിപ്പിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട മുൻപ് തന്നെ യോഗങ്ങൾ ചേരേണ്ടതായിരുന്നു. അത്തരത്തിലുള്ള യോഗങ്ങൾ ചേർന്നോ ഇല്ലയോ എന്ന ഈ റിപ്പോർട്ടിൽ കൃത്യമായി പരാമർശിക്കുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും അത്തരം യോഗങ്ങൾ ചേർന്നിട്ടുണ്ടെങ്കിൽ കൂടി ഈ വിഷയം അപ്പോൾ എന്തുകൊണ്ട് ചർച്ച ചെയ്തില്ല എന്ന ചോദ്യം കൂടി ഉയരുന്നുണ്ട്. പക്ഷേ അതിനൊന്നും കൃത്യമായ മറുപടി ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ വിഷയങ്ങളിൽ വിശദമായ അന്വേഷണം നടത്തിയെങ്കിൽ മാത്രമേ ഇതിന്റെ മറ്റു കാര്യങ്ങൾ പുറത്തു വരൂ. അതായത് പോലീസിന്റെ ഭാഗത്തുനിന്ന് വീഴ്ചയില്ല എന്ന് പറയുമ്പോൾ സംസ്ഥാന പോലീസ് മേധാവി പോലും അത് പൂർണ്ണമായി സമ്മതിക്കുന്നില്ല എന്ന വസ്തുത നിലനിൽക്കുന്നുണ്ട്. പോലീസിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായി വീഴ്ച ഉണ്ടായി എന്ന നിലപാടിൽ തന്നെയാണ്, അല്ലെങ്കിൽ അത്തരം ഒരു നിഗമനത്തിൽ തന്നെയാണ് സംസ്ഥാന പോലീസ് മേധാവി ഉള്ളത്. ഏതായാലും വിശദമായി അന്വേഷിച്ചേക്കും. DGP മുഖ്യമന്ത്രിയോട് ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രി അന്തിമ തീരുമാനമെടുക്കും. വിവരങ്ങൾ നൽകുകയായിരുന്നു രാജീവ്.